ഡോക്ടർ അംബേദ്കർ മിഷൻ ഡെവലപ്മെന്റ് സൊസൈറ്റി സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോന്നി മെഡിക്കൽ കോളേജ് ഫോറൻസിക് ബ്ലോക്ക് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിലായി. തിരുവല്ല സത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്തു. എന്നോട് നേരത്തോട് പറയുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും പരിപാടിയുമായി ദീർഘകാലത്തെ അടുത്ത സ്നേഹവും പരിശീലിക്കുന്നില്ല ഇങ്ങനെ തിരുവല്ലാത്ത പ്രവർത്തനങ്ങളോട് വളരെ സ്നേഹവും ഒരു വ്യക്തിയാണ്. ഡോക്ടർ അംബേദ്കർ നാമധേയത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ തീർച്ചയായും ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സമയപരിധിയുണ്ടായിട്ടും ഇവിടെ എത്തിച്ചേരാൻ ഞാൻ നിർബന്ധിതമായത്. ഡോക്ടർ അംബേദ്കറെ പ്രത്യേകിച്ച് ആരെയും പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യങ്ങളെ എനിക്ക് തോന്നുന്നില്ല. അധസ്ഥിത വർഗത്തിന്റെ മോചന പോരാട്ടങ്ങളിൽ ജീവിതം വിജുപാലി അധ്യക്ഷത വഹിച്ചു. സൈദലി വി വടക്കഞ്ചേരി സ്വാഗതം പറഞ്ഞു. പുളിക്കീട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജി നൈനാൻ, ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ ഷാൻസി സലാം, ജീവകാരുണ്യ പ്രവർത്തകൻ ഷംസാദ് കൊല്ലം എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം തിരുവല്ല നഗരസഭ വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാട്ടുമേൽ അധ്യക്ഷത വഹിച്ചു. വികലാംഗ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയ ഡാൻ, മുക്തി ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പ്രസന്ന ഗോപാലൻ, വാർഡ് കൗൺസിലർ ബിജു റജി കുരുവിള, മുസ്തഫ താനൂർ, സുമതി ബാബുക്കുട്ടൻ, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ എന്നിവർ സംസാരിച്ചു. കോന്നി മെഡിക്കൽ കോളേജ് ഫോറൻസിക് ബ്ലോക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. വലിയ വികസന പ്രവർത്തനങ്ങളാണ് കോന്നി മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മിക്കപ്പോഴും ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അദ്ദേഹം കോടതികളിൽ എല്ലാ ഫോറൻസിക് സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയമാണ്. അവരൊരു ആഴ്ചയിൽ ദിവസമെങ്കിലും കോടതിയിൽ പോകേണ്ടത് വരുന്ന സാഹചര്യം. അപ്പൊ ഇവിടെ നമ്മൾ വരുന്ന കേസുകൾ പത്തനംതിട്ടയിൽ അങ്ങനെയുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള പോലീസ് അഭിനന്ദനം നടത്തണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന കേസുകൾ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിനെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചെടികളിലും സമാനമായ അവസ്ഥ. അപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട ജില്ലയുടെ മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം ഫങ്ഷണൽ ആവുകയാണ് ചെയ്യുന്നത്. ദിനേഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ, അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ്, വൈസ് പ്രസിഡന്റ് മണിയമ്മ രാമേന്ദ്രൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S ശ്രീകുമാർ, കോന്നി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R.S നിഷ, സൂപ്രണ്ട് ഡോക്ടർ A ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. മകൻ വിജയൻ മാതാപിതാക്കളെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും വധഭീഷണി മുഴക്കിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിയെരിഞ്ഞ നിലയിലായിരുന്നു. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അയൽവാസി അടക്കമുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി.